ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 114 ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വിശ്വാസം എന്ന മൂന്നാമത്തെ വരം ഇന്ന് നമുക്ക് ചിന്തിക്കാം. മൊത്തം 9 വരമാണെന്ന് നമ്മളെ ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ വിശ്വാസം അതൊരു വരമാണ്. വിശ്വാസം എല്ലാ ദൈവമക്കൾക്കും ദൈവം ദാനം നൽകുന്ന ഒരു വരമാണ്. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്നാൽ അവനെ കൈക്കൊള്ളണമെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഇടയിൽ അറിയാതെയോ അറിഞ്ഞോ പോകുന്ന ഒരു വാക്കുണ്ട്, വരപ്രാപ്തന്മാരെന്ന്. അത് പലപ്പോഴും അവർ തന്നെ പറയാറുണ്ട് വരപ്രാപ്തന്മാരെന്നും, മറ്റുള്ളവരും പറയാറുണ്ട് വരപ്രാപ്തന്മാരെന്നും. അതില്ല എന്ന് ബൈബിൾ വിളിച്ചു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസമില്ലാത്ത ആരുമില്ലല്ലോ, അവരും വരപ്രാപ്തന്മാരാകേണ്ടതല്ലേ? അല്ല, പിന്നെയോ അവനെ കൈക്കൊണ്ടു, അത് വിശ്വാസം എന്നാണ്. ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, അപ്പോസ്തലന്മാർ കർത്താവിനോട് പറയുന്നത്, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നടക്കുന്ന കാര്യമാണോ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്? വിശ്വാസം അവനവനാണ് വർദ്ധിപ്പിക്കേണ്ടത്, അല്ല മറ്റുള്ളവരല്ല അത് വർദ്ധിപ്പിക്കേണ്ടത്. നമ്മുടെ കർത്താവിൻ്റെ മറുപടി എത്ര മനോഹരം അറിയാവോ? വലിയ ചോദ്യങ്ങളുമായി നമ്മുടെ കർത്താവിനടുക്കെ ചെല്ലുമ്പോൾ വളരെ ലളിതമായ മറുപടിയാണ് കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത് മനുഷ്യരാരും അങ്ങനെ ചെയ്യാറില്ല. എത്ര സിമ്പിളായിട്ടെന്ന് പറയാമോ? എന്നിട്ട് കർത്താവിനടുക്ക് ചെന്ന് ഞാൻ കുറച്ച് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന്. കർത്താവിൻ്റെ മറുപടി കേട്ടോണം, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചെറിയൊരു നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോടെ വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക, അതനുസരിക്കും. ഈ കടുകുമണിയെ പറ്റി പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. ഞാനിപ്പോൾ ആ അഭിപ്രായത്തിലേക്കല്ല പോകുന്നത്. ഒരു ചെറിയ ഒരു കടുകുമണി എന്ന് പറഞ്ഞാൽ ഉള്ള വിശ്വാസം പൂർണ്ണമായിരിക്കണം. നമ്മൾ വിശ്വാസം ഉള്ളത് പൂർണ്ണമായിരിക്കണം. നമ്മൾ വിശ്വാസം പറയുകയല്ല വേണ്ടത്, നമുക്ക് വിശ്വാസം പൂർണ്ണമായിരിക്കണം. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുക. വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാൻ എന്ന് പറഞ്ഞ കുറവുള്ള വിശ്വാസം അത് പൂർത്തീകരിക്കണം. നമ്മുടെ വിശ്വാസത്തെ കുറവുള്ളത് അത് പൂർത്തീകരിക്കണം. നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ വിശ്വാസം ചെറുതാണെങ്കിലും അത് 100% അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊള്ളുന്നു. മലകളെ നീക്കുവാനുള്ള വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുക. മലകളെ, അത് വലിയ വിശ്വാസമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന വിശ്വാസമല്ല. പക്ഷേ
പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 13:2 പറയുന്നത്, നിനക്ക് എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ നടക്കത്തില്ല. നിന്റെ വിശ്വാസം പവർ കുറഞ്ഞു പോകും. നമ്മള് ഒന്ന് ആഴമായി ചിന്തിക്കേണ്ടതാണ്. വലിയ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അത് സ്നേഹമില്ലെങ്കിൽ നടക്കുകയില്ല. എന്ന് പറഞ്ഞാൽ വലിയൊരു തീയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ ആ തീ കെട്ടുപോകുന്നത് പോലെയാണ് സ്നേഹമില്ലെങ്കിൽ നടക്കുകയില്ല. വിശ്വാസത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് 2:20, വിശ്വാസമുണ്ട്, പ്രവൃത്തിയില്ല, പരാജയപ്പെട്ടു. വലിയ വിശ്വാസമാണ്, നമുക്ക് പ്രവൃത്തിയില്ല. അതുകൊണ്ട് ആ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം കൊണ്ട് ആ വിശ്വാസം പരാജയപ്പെടുന്നു. നമ്മൾ വചനം നന്നായിട്ട് വായിച്ചു പഠിച്ചാൽ നമുക്ക് ഒരുപാട് ആഴങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം, അവിടെ പറയുന്നത് പ്രവൃത്തി വേണം, വിശ്വാസം വേണം. ഇല്ല എങ്കിൽ നമ്മൾ പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെ, വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന പല കാരണങ്ങളുണ്ട്. ഒന്ന്, സ്നേഹമില്ല, പോയി. പ്രവൃത്തിയില്ല, അതുകൊണ്ട് പരാജയപ്പെട്ടു. വിശ്വാസമുണ്ട്, വലിയ വിശ്വാസമാണ്, ഫലമില്ല. നോക്കണം, പ്രവൃത്തി, സ്നേഹം. അടുത്ത പറയുന്നത് ഫലമില്ല. വരത്തെക്കാട്ടിലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഫലമാണ്. ഫലമില്ലെങ്കിൽ നമ്മുടെ എല്ലാ വരവും പരാജയമാണ്. അതുകൊണ്ട് ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെ ജീവിതത്തിലെ നിൽക്കുന്നതും നിലനിർത്തുന്നതും എല്ലാം വിശ്വാസമാണ്. നമ്മുടെ ഉള്ള വിശ്വാസം അത് പൂർണ്ണമായിരിക്കണം. മൂന്നാമത്തെ കൃപാവരത്തിൽപ്പെട്ടതാണ് വിശ്വാസം. അത് സകല വിശ്വാസികൾക്കും സകല ദൈവമക്കൾക്കും ദാനം നൽകുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ വിരാമം കൊള്ളുന്നു. എന്നും പറയുന്നൊരു ഭാഗമാണ്, ഭാരതം ഒരു വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന പവറാണ്, പ്രാർത്ഥന പവറാണ്. പ്രാർത്ഥിക്കുക, ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകുവാൻ. നമ്മുടെ കർത്താവ് വരാറായി, ഒരുങ്ങുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.